السلام عليكم ورحمة الله وبركاته. സുന്നി യുവജന സംഘം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യം പ്രസ്ഥാനം രജിസ്ട്രേഷൻ തുടങ്ങിയത് ബഹുമാനമായ മർഹൂം ബേക്കൽ ഉസ്താദിൻ്റെ താങ്കൂട്ടാണ്. ബേക്കൽ ഉസ്താദിൻ്റെ പുരയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് SYS രൂപീകരിച്ചത്. ഉസ്താദ് തന്നെ മഞ്ഞനാടിൻ്റെ 25ാം വർഷ മഹാസമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് സംഘടനകൾ മുസ്ലിമായിട്ടാണ് ഇപ്പോൾ ആദ്യമായി SYS രൂപീകരിച്ചത്. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് രണ്ടും ഉസ്താദിൻ്റെ പേരിൽ തന്നെയായിരുന്നു. ഉസ്താദിൻ്റെ നേതൃത്വത്തിലായിരുന്നു രൂപീകരിച്ചത്. അന്ന് തന്നെ ഉസ്താദ് ആദ്യകാലത്ത് ജംഇയ്യത്തുൽ പ്രസിഡൻ്റായിരുന്നു. വഫാത്ത് വരെ പ്രസിഡൻ്റായി. ഉസ്താദ് ദർസ് എന്ന് പറഞ്ഞെങ്കിൽ ജീവൻ പോലെ സ്വന്തം തടി പോലെ കൂടെ നടന്നിരുന്ന ഒരാളായിരുന്നു ദർസ്. അത് വിട്ടിട്ട് വേറെ വിഷയം ഉസ്താദുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ SYS ഉസ്താദിൻ്റെ കടപ്പാടുകൾ കാണുന്നത്. ഉസ്താദിൻ്റെ പേരിൽ തന്നെ ദർസ് SYSൻ്റെ പ്രവർത്തകർക്കായി ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ ഭാഗമെന്നോണമാണ് ഈ താലിൽ ദർശനം നൽകുന്നത്. ഇതുകൊണ്ട് പ്രധാന ലക്ഷ്യം തന്നെ പ്രവർത്തകർക്കൊരു അറിവുണ്ടാക്കുക, അവരെ ഒന്ന് മാലൂമാത്തുകളിൽ ഉത്ബുദ്ധരാക്കുക, തസ്കീയത്തിൻ്റെ അരികളിൽ കൊടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദർശ ക്ലാസ് നിർമ്മിച്ചത്. ഇതന്നെയാണ് ദൗർത്തുൽ ഖുർആൻ. പെണ്ണുങ്ങൾ ഈ താജിൽ ക്ലാസ്സിന് വരുന്ന ആളുകളുടെ ഭാര്യമാരെ കൂട്ടിയിട്ട് അവർക്ക് ഇതേ ക്ലാസ് എടുത്ത് കൊടുക്കണം. അതുകൊണ്ട് വെച്ചാൽ അത് നമുക്ക് തുടങ്ങണം. ഇതൊക്കെ നമുക്ക് എപ്പോഴും കാര്യങ്ങളും ഞാൻ സത്യവാദത്തിൽ വൈകുന്നേരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് തുടങ്ങാൻ തീരുമാനിച്ചു. ആദ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുസ്മരിക്കപ്പെടും സ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അതുകൂടി വർക്കത്തിനോട് പറയണമല്ലോ. ആദിൽ ഫഖീഹിൻ്റെ ജന്മമാണ്, ബഹുവചനമാണ് ഫഖഹ്. അപ്പോൾ ഫിഖ്ഹ് പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കിരീടം, അത് ആ പേര് എന്തുകൊണ്ടും ഒരു സൂക്തമായ പേരാണ് കാരണം ഫിഖ്ഹിൻ്റെ ഏത് അവസ്ഥയും ഏത് സമയത്തും എപ്പോഴും കേട്ടാൽ അത് കിതാബടക്കം നമുക്കത് പറഞ്ഞു തരികയും എന്ത് പ്രശ്നങ്ങളും ഫിഖ്ഹിപരമായി വന്നാൽ അത് അപ്പം തന്നെ തീർക്കുകയും ചെയ്യുന്ന ഒരു ഇൽമിൻ്റെ വലിയ നിരകൂടമായി നമ്മൾ ആദ്യം അവരുടെ ദർജ ഉയർത്തിക്കൊടുക്കുന്നു. താജുൽ ഫഖാനെ കുറിച്ച് തന്നെ അവരുടെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദന്മാരാണ് ഒന്ന് താജുൽ ശരിയയും താജുൽ ഉലമയും. താജുൽ ശരിയ താജുൽ ഫഖാനെ കുറിച്ച് പറഞ്ഞത് തന്നെ എൻ്റെ അടുത്ത് നിന്നെല്ലാം ഇബ്രാഹിം ഉണ്ടെങ്കിൽ എൻ്റെതെല്ലാം ഇബ്രാഹിം ഉണ്ടെങ്കിൽ ഇബ്രാഹിം എല്ലാവരും എടുത്തുകൊണ്ട് പോയി. താജുൽ ഉലമ താജുൽ ഫഖാനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇബ്രാഹിമിൽ അത് ഞങ്ങളെല്ലാം പഠിപ്പിച്ചു, എല്ലാം ഓരോ കേട്ടോളിക്കുന്നു. അതുകൊണ്ടാണ് താജുൽ ഉലമക്ക് വന്ന ഖാദി സ്ഥാനടക്കം താജുൽ ഫഖാഹിനെ വിട്ടുകൊടുത്തത് എന്നത് ഞാൻ കണ്ടവും അനുഭവിച്ച യാഥാർത്ഥ്യം. താജുൽ ഫഖാഹ് അതൊരു ഫിഖ്ഹിൻ്റെ ഒരു അടിസ്ഥാന വേറെ തന്നെയാണ്. ദർസ് എന്ന് പറഞ്ഞത് ഈ മിസ്കിനായ ഞാൻ തന്നെ ദർസിൽ എഞ്ചിനീയറിംഗിൻ്റെ കിതാബ് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കരുത്. അതിൻ്റെ സ്റ്റാർട്ടാണ് ഖുലാസത്തിൽ ഹിസാബ് സ്റ്റാർട്ട് കിതാബ് ഫസ്റ്റിൽ കൊടുക്കുന്നത്. അത് കണക്കൂട്ടേണ്ടി അക്കൗണ്ടൻസിൻ്റെ കിതാബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ ബാക്കൻ്റെ ആക്ഷൻ്റെ പ്ലാനിങ് ഉണ്ട്, അതാണ് ഒക്കേൽഡീസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസാല, മാർദീനി, അങ്ങനെ കുറേ ഉണ്ട്. ചർമ്മീനി കിതാബിന് വരുന്നത് അതല്ല. പിന്നെ കോളേജ് വരെ ഉണ്ടാവും.
അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഈ ഹുലാസുൽ ഹിസാബ് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചൊല്ലിക്കൊടുക്കും. പക്ഷെ ഒരു ദിവസം ബേക്കർ ഉസ്താദ് മുത്താലിമീങ്ങളുടെ മുത്താലിം സംഗമത്തിൽ ഉസ്താദ് അന്ന് മുത്താലിമീങ്ങളുടെ മജ്‌ലിസന്മാർ കർശനമായി പൊരിച്ചെടുത്തു. അവയില്ല ചൊല്ലിക്കൊടുക്കാനുള്ള കിട്ടാറില്ല. സ്കൂളിൽ മാത്സ് പഠിക്കുന്നുണ്ട് 1, 2 ക്ലാസ് മുതൽ. അപ്പോൾ വേണ്ടാന്ന് വെച്ച് മാത്സിൻ്റെ വേണ്ടെന്ന് വെക്കുന്നതാണ്. ഒരു ദർശനം ഉണ്ടോ മാത്സിൽ ഒരു ദർശനം പറഞ്ഞാൽ എല്ലാത്തിനും പറ്റുന്നതാണ്. അങ്ങനെ ഉസ്താദ് ഭയങ്കര ഇഷ്ടമാണ്. അന്നുള്ള ഞാൻ നിന്നില്ല ഇതേ അന്ന് ഇതുവരെ എല്ലാ കിട്ടാൻ ഞാൻ കൊടുക്കും. അങ്ങനെ എല്ലാ ദർശനം തന്നെ ഒരു എഞ്ചിനീയർ ആകാൻ പറ്റുന്ന കിട്ടാൻ ഒരു LLB ആക്കാൻ പറ്റുന്ന കിട്ടാൻ എല്ലാം പഠിക്കുന്നുണ്ട്. അത് എല്ലാത്തിനും ഒരു അർഹതയുള്ള ഒരുപാട് ലോയർമാരും ഗോളശാസ്ത്രജ്ഞന്മാരും വന്ന് ഉസ്താദിൻ്റെ കൊലയിൽ വെച്ച് ഗോളശാസ്ത്രം പഠിച്ചുകൊണ്ടായിരുന്നാണ് ഉസ്താദിൻ്റെ കൊലയിൽ. ഉസ്താദിൽ നിന്ന് പഠിക്കാൻ ഗോളശാസ്ത്രജ്ഞന്മാർ അത് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻറ്റുകളല്ല. ഈ ശാസ്ത്രജ്ഞന്മാർ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലൊക്കെ വന്ന് ഉസ്താദിൻ്റെ കൊലയിൽ ദിവസങ്ങളോളം ഇരുന്ന് പഠിച്ചുകൊണ്ടായിരുന്നു. ഞങ്ങളുടെ പൂച്ചന്മാർ ഉസ്താദൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഉസ്താദിൻ്റെ അനുസ്മരണ പ്രഭാഷണം ഞാൻ എന്തുകൊണ്ടും ഏത് വിഷയത്തിലും ഒരു ഇൽമിൻ്റെ നിലപാടായത് മാത്രമല്ല, സംഘടന ഉള്ളവനും ഇല്ലാത്തവനും, ജാതിയുള്ളവനും ജാതി ഇല്ലാത്തവനും, പക്ഷങ്ങളുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കപ്പെട്ടൊരു ആലിമ കർണാടകത്തിൽ ഉണ്ടായെങ്കിൽ ഒരു പ്രസ്ഥാനം. രണ്ടാമത്തെ ഒരാളുടെ ലൈഫ് ടൈം ഉണ്ടായിട്ട് ഇതുവരെ ഇല്ല. അത് പിന്നെ ഒരു പ്രശ്നത്തില്ല. ആലിമായിരുന്നു അവരുടെ ദർജ ഉയർത്തി കൊടുക്കാം. അവരുടെ മതകളെ വാഹനം കേട്ടോ അവരുടെ ദർശനം കൊണ്ട് അവരെ വാക്കത്തും നഗരമൊക്കെ ഉണ്ടാകുന്ന ഉറപ്പാണ്. സംശയിക്കാവുന്നില്ല. എത്ര മനസ്സിലായ